പ്രൈസ് ലോർഡ്. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത, കേട്ടിട്ടില്ലാത്ത മനുഷ്യർ ആരും തന്നെ ലോകത്തുണ്ടായിരിക്കുകയില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പേര് ഗുഡ് ഫ്രൈഡേ. എന്നാൽ നമ്മുടെ ഭാഷയിൽ അത് വരുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ച എന്നൊക്കെ പറയും. എങ്കിലും ഈ സന്ദേശത്തോടനുബന്ധിച്ച് ഞാൻ ഈ ദിവസത്തെ കാണുന്നത് ഒരു ഗുഡ് ഫ്രൈഡേ, ഒരു നല്ല വെള്ളിയാഴ്ചയായിട്ടാണ്. ഇങ്ങനെ ഒരു നല്ല വെള്ളിയാഴ്ചയെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വരവേൽക്കുവാൻ, കാണുവാൻ, ഈ സുദിനത്തെ ദർശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവം ഭാഗ്യം തന്നല്ലോ. ആ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന ഏവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദുഃഖ വെള്ളിയാഴ്ച എന്ന് പേരുകെട്ടതായ ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അതൊരു ഗുഡ് ഫ്രൈഡേ ആയി മാറ്റപ്പെട്ടത്? ആരാണ് അത് ഗുഡ് ഫ്രൈഡേ ആയി മാറ്റിയത്? മറ്റാരുമല്ല, ദൈവമാണ്. ഇന്ന് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ദുഃഖിക്കേണ്ട ദിവസമായിരുന്നു, ശപിക്കപ്പെട്ട ദിവസമായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പ്രശംസിക്കാൻ കൊള്ളരുതാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. എന്നാൽ മനുഷ്യനെ തേടി വന്നതായ, മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം ഗുഡ് ഫ്രൈഡേ ആക്കി രൂപാന്തരപ്പെടുത്തി. അത് നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിച്ചതിനാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ വെളിവായതിനാൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ അത് ദൈവസ്നേഹം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇന്നത്തെ ദിവസം അതൊരു ഗുഡ് ഫ്രൈഡേ ആയി രൂപാന്തരപ്പെട്ടു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മെ ഒരാൾ പെട്ടെന്ന് വന്ന്, ഒരു പോലീസുകാർ വന്ന് നമ്മുടെ ഭവനത്തിൽ വന്ന് അറസ്റ്റ് ചെയ്താൽ നമ്മുടെ വീട്ടുകാരെല്ലാവരും വിലപിക്കും, സങ്കടപ്പെടും. അയ്യോ, എൻ്റെ പ്രിയപ്പെട്ടവനെ കൊണ്ടുപോകരുതേ, കൊണ്ടുപോകരുതേ എന്ന് നമ്മുടെ ഭാര്യ ഒരുപക്ഷെങ്കിൽ വിളിച്ചു പറയും. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകരുതെന്ന് ഒരുപക്ഷെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ വിളിച്ചു പറയും. നമ്മൾ ഒരുപക്ഷെങ്കിൽ കൊലപാതകരായിരിക്കാം, ഒരു ക്രിമിനൽ കുറ്റത്തിന് പിടിക്കപ്പെടുന്നവരായിരിക്കാം. എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് സഹിച്ചുകൂടാത്ത കാര്യമാണ്. നമ്മെ പോലീസിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുവാൻ അവർക്ക് മനസ്സില്ല. ഇനിയും ആരെങ്കിലും ഏതെങ്കിലും ഒരു നിർഭാഗ്യവശാൽ പോലീസ് നിർബന്ധമായിട്ട് നമ്മെ കൊണ്ടുപോയാൽ, ഒരുപക്ഷെങ്കിൽ നമ്മുടെ വീട്ടുകാരും മിണ്ടാതിരിക്കുകയാണെങ്കിൽ, നമ്മോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ഓടി വന്ന് നമ്മെ ഒരു വാക്ക് സഹായിക്കണമെന്ന് നമുക്ക് വളരെ ആഗ്രഹമുണ്ട്. നമ്മൾ വേണ്ടപ്പെട്ടവരെയും നമ്മളെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുവാൻ, ഉന്നതരെയും ഒക്കെ കോണ്ടാക്ട് ചെയ്യുവാൻ ഒരുപക്ഷെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടേക്കാം. നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ടാകാം. എങ്ങനെയെങ്കിലും ആ കോടതിയിൽ നിന്നോ പോലീസ് സ്റ്റേഷനിൽ നിന്നോ നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു സാധ്യമാക്കുന്ന ഒരു റെക്കമെൻഡേഷൻ. നമ്മുടെ ചിന്ത അതാണ്. ആരെ വിളിച്ചാൽ പറ്റും, ആരോട് പറഞ്ഞാൽ പറ്റും. അങ്ങനെ ആരും നമ്മെ നോക്കാതിരുന്നാൽ, നമ്മെ കൊണ്ടുപോകുന്നത് കണ്ടും കൊണ്ട് മനുഷ്യർ അല്ലെങ്കിൽ പുച്ഛിച്ചും കൊണ്ട് മുഖം തിരിച്ചു പോയാൽ നമുക്ക് വലിയ ദുഃഖമാണ്, നമ്മുടെ സങ്കടം വലുതാകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കഷ്ടകാലത്ത് മറ്റുള്ളവരുടെ സാന്നിധ്യവും സഹായവും നാം ആവശ്യപ്പെടുന്നു. അതൊരു മനുഷ്യ സഹജമായ സ്വഭാവമാണ്. അവർ നമ്മോട് സഹതാപം കാണിക്കാതിരുന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ആ ദുഃഖം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മെ സ്വതന്ത്രമായി ഒറ്റിക്കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചവരും നമ്മോടൊപ്പം കൂടെ നടന്നവരും നമ്മോടൊപ്പം ഭക്ഷിച്ചവരും ഉറങ്ങിയവരും ഒക്കെ നമ്മെ പിടിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ നമ്മെ കൊണ്ടുപോകുമ്പോൾ, അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദുഃഖമുണ്ടാകും. അവർ ഉച്ചരിക്കണം, അവർ സംസാരിക്കണം, നമുക്ക് വേണ്ടി വാക്കുകൾ ഉയർത്തണം. ഇവിടെ മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലും കോടതിയിലും വേണ്ടപ്പെട്ടിടത്തൊക്കെയും നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് സാക്ഷിയായി എഴുന്നള്ളി വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എന്തുകൊണ്ട്? നമ്മൾ മനുഷ്യരായതുകൊണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അതൊക്കെയും അത്യാവശ്യമായ കാര്യമാണ്. എന്നാൽ ഈ ഗുഡ് ഫ്രൈഡേ നമ്മുടെ ജീവിതത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസം എങ്ങനെ ഒരു ഗുഡ് ദിവസമായി, ഒരു നല്ല ദിവസമായി പരിണമിക്കപ്പെട്ടു എന്ന ഒരു കാരണം, അല്ലെങ്കിൽ അതിന് മുഖാന്തരം ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വെളിപ്പെടുത്തുവാൻ നമുക്കായി ഒരു വചനം ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എന്നെയാണ് തിരയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. ലെറ്റ് ദം ഗോ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കെദ്രോൻ തോട്ടിനരികെ ആ തോട്ടത്തിൽ നിന്ന് പിടികൂടുവാൻ വേണ്ടി യൂദയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പട്ടാളക്കാരും
യഹൂദന്മാരും പള്ളിപ്രമാണികൾ അയച്ചതായ ഒരു കൂട്ടം മനുഷ്യർ, ശത്രുക്കളായിട്ടുള്ളവർ, വിരോധികളായിട്ടുള്ളവർ, മനസ്സിലൊന്ന് അല്ലെങ്കിൽ ദുഷ്ടമനസ്സും ദുഷ്ടചിന്തയും വെച്ചുകൊണ്ട് യേശുവിനെ സാവധാനത്തിൽ വന്ന് പിടിച്ചു കൊണ്ടുപോകുവാൻ അവർ വന്നപ്പോൾ യേശുവിന്റെ മേൽ കൈവയ്ക്കുന്നതിന് മുമ്പ് യേശു അവരോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ ആരെയാകുന്നു തിരയുന്നത്? അത് കേട്ടപ്പോൾ പിടിക്കാൻ വന്നവർ പുറമോട്ട് വീണുപോയി. അവർ എഴുന്നേറ്റ് വീണ്ടും യേശുവിന്റെ മേൽ കൈവയ്ക്കുവാൻ വന്നു. കർത്താവ് അവരോട് ചോദിക്കുകയാണ്, വാസ്തവമായി നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ നസറായനായ യേശുവിനെ തിരയുന്നു. കർത്താവ് പറയുകയാണ്, അത് ഞാൻ തന്നെയാണ്. നിങ്ങൾ തിരയുന്നവൻ ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാകുന്നുവെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ പൊയ്ക്കൊള്ളട്ടെ. ലെറ്റ് ദം ഗോ. അവർ എൻ്റെ കൂടെ വരരുത്. കാരണം എന്താണെന്ന് അറിയാമോ? അവർ ഒരു അറസ്റ്റിനെ അഭിമുഖീകരിക്കുവാൻ തക്ക മാനസിക വളർച്ച അവർക്കില്ല. അവർക്കൊരു ബലമില്ല. അവർ ബലഹീനരാണ്. അവർ കുഞ്ഞുങ്ങളെ പോലെ എൻ്റെ കൂടെ നടന്നു, എൻ്റെ വാക്ക് വിശ്വസിച്ചു, ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു, എന്നോടൊപ്പം വളരെയധികം കഷ്ടങ്ങളൊക്കെ സഹിച്ചു. ഞാൻ ഉറങ്ങിയെടുത്ത് ഉറങ്ങി, ഞാൻ ഭക്ഷിച്ചത് അവരും ഭക്ഷിച്ചു, ഞാൻ അനുഭവിച്ച കഷ്ടതയും പ്രയാസമൊക്കെ അവർ അനുഭവിച്ചു. എന്നാൽ ഈ അവസാന സമയത്തിൽ എനിക്ക് വേണ്ടി എൻ്റെ പിതാവ് വെച്ചിരിക്കുന്നതായ പാനപാത്രം അവർ അതിന് പങ്കാളികളാക്കുവാൻ പാടില്ല. അവർ പോയിക്കൊള്ളട്ടെ. ഒരിക്കൽ ശിമോൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞ വാക്ക് ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ പത്രോസിനോട് യേശു പറയുകയാണ്, പത്രോസേ, നീ ബലവാനെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? നീ വലിയ ഉപദേശകനെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? നിന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും നീ ആയിരിക്കുന്ന സ്ഥാനത്തെയും കുറിച്ച് നീ അഭിമാനം കൊള്ളുന്നുണ്ടോ? എങ്കിൽ ഞാൻ നിന്നോടൊരു സത്യം പറയാം. കളത്തിൽ ഗോതമ്പ് മണി വീശുന്നത് പോലെ അതിലെ മങ്കിനെ വീശിക്കളയുവാൻ, പാറ്റിക്കളയുവാൻ പല പ്രാവശ്യം എന്നോട് സാത്താൻ നിന്നെക്കുറിച്ച് അനുവാദം ചോദിച്ചു. നിന്റെ ജീവിതത്തിൽ മണിയുടെ അനുഭവം മാത്രമല്ല, പലപ്പോഴും മങ്ക് നിറഞ്ഞതായ ഭാരമില്ലാത്ത അനുഭവം നിന്നിലുണ്ട്. നീ ആ കാറ്റത്ത് മാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. പലപ്പോഴും ബലഹീനത നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. നീ പറഞ്ഞ വാക്കിനകത്ത് നിനക്ക് പാലിക്കാൻ കഴിയാതെ പലപ്പോഴും നിന്റെ വാക്കുകളുടെ ബലത്തിലും ആ ഒരു പ്രത്യേകമായ ഒരു സന്തോഷത്തിലൊക്കെ നീ എൻ്റെ പുറകെ വരുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു കഷ്ടവും പ്രയാസവും ഒരു പരിഹാസവും നിന്നെയും നിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ നിനക്ക് നിൽക്കാൻ കഴിയില്ല. ശത്രു നിന്നെ പാറ്റിക്കളയുവാൻ അനുവാദം ചോദിച്ചു. എൻ്റെ അനുവാദമില്ലാതെ നിന്നെ പാറ്റുവാൻ ശത്രുവിന് കഴിയുകയില്ല എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവൻ എന്നോട് അനുവാദം ചോദിച്ചു, അവനെ വിട്ടുതരയണം. അപ്പോൾ ദൈവം വിട്ടുകൊടുക്കാതെ അവനെ പാറ്റുവാൻ സാധിക്കുകയില്ല എന്ന് ശത്രുവിന് വ്യക്തമായി മനസ്സിലായി. ഒരു വ്യക്തി കർത്താവിൻ്റെ പുറകെ പോകുമ്പോൾ അത് കർത്താവ് അനുവദിച്ചല്ലാതെ അവരെ തൊടാൻ കഴിയില്ല, അവരെ പാറ്റുവാൻ കഴിയില്ല. കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ പരീക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അത് പിശാച് കണ്ടുപിടിച്ച കാര്യമാണ്, പിശാചിന് മനസ്സിലായ കാര്യമാണ്. പ്രസ്തുത കർത്താവിനോട് ആ പിശാച് ഏറ്റുപറഞ്ഞു, പല പ്രാവശ്യം നിന്റെ ശിഷ്യന്മാരെ ഞങ്ങൾ പാറ്റിക്കളയുവാൻ നോക്കിയതാ, പറ്റുന്നില്ല. നിന്റെ സാന്നിധ്യം അവർക്ക് വലയമായി നിൽക്കുന്നു, അവർക്ക് ശക്തി അരുളുന്നു. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് അനുവാദം തരണം. പക്ഷെങ്കിൽ അവരുടെ ബലഹീനതയെ, അവരുടെ ശിശുത്വത്തെ, അവരുടെ പോരായ്മയെ, അവരുടെ സങ്കടത്തെ, അവരുടെ ഇല്ലായ്മകളെ ഒക്കെയും ദൈവം മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് അനുവാദം കൊടുത്തില്ല. കർത്താവ് പത്രോസിനോട് പറയാണ്, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കർത്താവ് ക്രൂശിലേക്ക് നടക്കുന്ന യാത്ര, തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ക്രൂശീകരണത്തിന്റെ മരണത്തിന് വിധിക്കുന്നതിന് വേണ്ടി തന്നെ കൊണ്ടുപോവുകയാണ്. പീലാത്തോസിന്റെ ആ മണ്ഡപത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. പള്ളിപ്രമാണികളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ന്യായാസനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. യേശുവിന് മനസ്സിലായി, തൻ്റെ ശിഷ്യന്മാർ തന്നോടൊപ്പം വന്നാൽ സാധുക്കളായിട്ടുള്ളവർ, ബലഹീനരായിട്ടുള്ളവർ അബദ്ധങ്ങൾ സംസാരിച്ചു പോകും. വേണ്ടാത്തതൊക്കെ വെപ്രാളം കൊണ്ട് വിളിച്ചു പറയും. ചില കേടുകൾ വന്നേക്കാം, അവർക്കും ശിക്ഷ വന്നേക്കാം. എന്നാൽ എന്നോടൊപ്പം അവർ ശിക്ഷിക്കാൻ പാടില്ല. യേശുവിൻ്റെ സമർപ്പണം അവർക്ക് വിടുതലായി ഭവിക്കുകയുണ്ടായി. ഇന്ന് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിടുതൽ, ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷം
പാപ സ്വഭാവത്തിൽ നിന്നും, പാപത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നും, ശത്രുവിന്റെ അന്ധകാര ശക്തികളുടെ ബന്ധനങ്ങളിൽ നിന്നും നീ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, യേശു നിനക്ക് തന്ന ആ സ്വാതന്ത്ര്യം, നിനക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിച്ചു തന്ന ആ സ്വാതന്ത്ര്യമാണ് നിന്നെ ഇത്ര വലിയവനാക്കിയത്. അതുകൊണ്ടാണ് ഈ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ ആക്കി മാറ്റിയത്. ഒരുപക്ഷെങ്കിൽ നീയും അറസ്റ്റിന് വിധേയനാകുമായിരുന്നു. യേശുവിനെ പിൻചെന്നതിനാൽ നീയും അതേ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമായിരുന്നു. എന്നാൽ നീ അങ്ങനെ വിധിക്കപ്പെടരുത്. അവനോടൊപ്പം നീ സങ്കടങ്ങൾ, ആ യാതനകൾ അനുഭവിക്കുവാൻ, അതിനുള്ള ഒരു മാനസിക ഒരു വളർച്ച ഉണ്ടാകുന്നിടം വരെയും നിന്നെ ആ ഒരു അവസ്ഥയിൽ വിടുവാൻ മനസ്സ് വയ്ക്കാതെ നിനക്ക് സ്വാതന്ത്ര്യം കൽപ്പിച്ച ആ കർത്താവിന്റെ വാക്ക് ഇവർ കൈക്കൊള്ളട്ടെ എന്ന് പറയുന്നതായ ആ സ്വാതന്ത്ര്യ, ആ വിളംബരം നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായത് കൊണ്ടാണ് ഇന്നത്തെ ദിവസത്തിന് ഗുഡ് ഫ്രൈഡേ എന്ന പേരായത്. നിന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. നിന്റെ കുടുംബത്തിന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്തുകൊണ്ട്? നിനക്ക് ഒരു ആരോഗ്യമില്ലാത്ത സ്ഥിതിയെ, ബലഹീനതയും താഴ്ചയും, നിന്റെ രോഗത്തെയും, നിന്റെ ആ മാനസിക അവസ്ഥയും, വിശ്വാസത്തിൽ ഉറപ്പില്ലായ്മയും, പലപ്പോഴും കലകി തെളിയുന്നതായ നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ കണ്ടുകൊണ്ട് കർത്താവ് നിന്നോട് മനസ്താപമുള്ളവനായി നീ അവനോടൊപ്പം പോകുവാൻ, അവനോടൊപ്പം ആ ചങ്ങല ഏൽക്കുവാൻ, അവനോടൊപ്പം ആ ക്രൂശീകരണത്തെ ഏൽക്കുവാൻ ബലമില്ലാത്ത നിന്റെ ഹൃദയത്തെ ദൈവം തിരിച്ചറിഞ്ഞു. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് അവർക്ക് വിട്ടുകൊടുക്കുവാൻ അത് മനസ്സില്ലാത്തവനായി കർത്താവ് പടയാളികളോട് പറയാണ്, നിങ്ങൾ എന്നെയാണ് തിരയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. ഇന്നത്തെ ദിവസം ക്രിസ്തുവേശുവിൽ കൂടെ ഈ സ്വാതന്ത്ര്യം, ഈ വിളംബരം അവകാശമായി വന്ന ഒരു കൂട്ടം ജനത്തിന് ഇന്നത്തെ ദിവസം ദുഃഖ വെള്ളിയാഴ്ചയല്ല, ഗുഡ് ഫ്രൈഡേ ആണ്. സന്തോഷത്തിന്റെ ദിവസമാണ്. ക്രിസ്തുവിൽ കൂടെ നിനക്ക് ലഭിച്ചതായ അവകാശത്തിന്റെ ആ വിളംബരം ഇവർ പോയിക്കൊള്ളട്ടെ. ലെറ്റ് ദം ഗോ. പ്രൈസ് ദി ലോർഡ്. ഈ സ്വാതന്ത്ര്യ ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു ദുഃഖത്തിന്റെ വെള്ളിയാഴ്ചയല്ല, ഗുഡ് ഫ്രൈഡേ ആണ്. നല്ല വെള്ളിയാഴ്ച. നിന്റെ മാത്രമല്ല, തലമുറ തലമുറയായി നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവം തന്നതായ സമ്മാനം, ദൈവം നിനക്ക് വേണ്ടി ഏറ്റെടുങ്കിൽ മുൻകരുതി വെച്ചിരുന്നതായ ആ വലിയ സന്തോഷത്തിന്റെ ദിവസം. ഇന്നാണ് നിനക്ക് ആ വിമോചനം ഉണ്ടായത്. ഇതുവരെയും നീ അടിമയായിരുന്നു. ഇതുവരെയും നീ സ്വതന്ത്രനായിരുന്നില്ല. ഇതുവരെയും നിന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളുടെ തളം കെട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവ് നിന്റെ ആ ദുരവസ്ഥയെ കണ്ടുകൊണ്ട് കർത്താവ് പറയാണ്, ലെറ്റ് ദം ഗോ, ലെറ്റ് യു ഗോ. നീ യേശുവിനെ കണ്ടുകൊണ്ട്, അവന്റെ സങ്കടാവസ്ഥയെ കണ്ടുകൊണ്ട്, കണ്ണുനീരൊഴുക്കി വിലപിച്ചുകൊണ്ട് അവനെ പിൻചെന്നതായ ആ സ്ത്രീകളോട് അവൻ തിരിഞ്ഞു പറയുകയാണ്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയരുത്, എന്നാൽ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരുവി. ഇവനെ തുടരുത്, എന്റെ അഭിഷക്തന്മാരെ തുടരുത് എന്നുള്ളതായ ഒരു ധ്വനിയോടുകൂടെ നിന്റെ ജീവിതത്തിന്റെ നാനാ തുറകളിലും വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖത്തിന്റെ ദിവസമാകരുത്, ഒരു വിലാപത്തിന്റെ ദിവസമാകരുത്, സന്തോഷത്തിന്റെ ദിവസം. എന്തുകൊണ്ട്? നാം സ്വതന്ത്രരായ ദിവസം, നമ്മെ സ്വതന്ത്രരാക്കിയ ദിവസം. കർത്താവ് പറയുന്ന ആ വാക്യത്തിലേക്ക് വീണ്ടും നമുക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. യേശു പടയാളികളോട് പറയാണ്, നിങ്ങൾ എന്നെയാണ് തിരയുന്നതെങ്കിൽ, എന്നെയാണ് തിരയുന്നത് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കിയ ആ ദിവസത്തെക്കുറിച്ച്, ആ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ ബോധമുള്ളവരാണെങ്കിൽ, അവൻ തന്ന സ്വാതന്ത്ര്യം, അവൻ തന്ന വിടുതൽ, അവൻ തന്ന സൗഖ്യം നിങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലും നിങ്ങളുടെ തലമുറകളിലും അതൊക്കെയും സൗഖ്യമായി, ആശ്വാസമായി, വിടുതലായി അത് പരിണമിക്കുന്നതിനിടയായിത്തീരും. ഗോഡ് ബ്ലെസ് യു.